നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികളെല്ലാം. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലം. കാരണം വെച്ചാൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയൊരു മുൻതൂക്കം, കോർപ്പറേഷനിലടക്കം ഭരണം പിടിക്കാൻ പറ്റിയൊരു മണ്ഡലമാണ്, അല്ലെങ്കിൽ ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഈ തിരുവനന്തപുരത്താണ് നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറെക്കുറെ ചിത്രം വ്യക്തമായിട്ടുണ്ട്. അത് LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സുധീർ കരമന എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് ആന്റണി രാജുവിന് പകരമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ UDF സ്ഥാനാർത്ഥിയായിട്ട് CMPയുടെ CP ജോൺ എത്തുമ്പോൾ, അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള കരമന ജയനാണ്. അത് 3 സ്ഥാനാർത്ഥികളും മികച്ച സ്ഥാനാർത്ഥികളെയാണ് പാർട്ടികൾ രംഗത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ ഒരു മികച്ചൊരു പോരാട്ടമായിരിക്കും ഈ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ആന്റണി രാജുവിൻ്റെ അഭാവത്തിലാണ് സുധീർ കരമന എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകം. സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. പെട്ടെന്നുണ്ടായ ഒരു പ്രഖ്യാപനം എന്ന് നമുക്ക് ഏറെക്കുറെ പറയാം. ഈ സാഹചര്യത്തെ എങ്ങനെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നു സന്ദീപ്, പ്രത്യേകിച്ച് ഈ മണ്ഡലത്തെക്കുറിച്ച്? ഇതിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇലക്ഷൻ ഡാറ്റ പരിശോധിച്ചാൽ പൊതുവിലൊരു വലതുപക്ഷ സ്വഭാവമുള്ളൊരു മണ്ഡലമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തുടക്കാലം മുതൽ 57 തെരഞ്ഞെടുപ്പ് മുതൽ അത് വളരെ വിസിബിളാണ്. പട്ടംതാണു പിള്ള 2 ടേമിൽ തുടക്കത്തിൽ ജയിച്ചു. പിന്നീട് 70 വരെ വലതുപക്ഷ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ വലതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളോ ആണ് ജയിച്ചു വന്നിട്ടുള്ളത്. 70 ജയിച്ചത് K പങ്കജാക്ഷനായിരുന്നു. അദ്ദേഹം RSPയുടെ നേതാവായിരുന്നു. തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അതിനുശേഷം വലതുപക്ഷ സ്ഥാനാർത്ഥികളാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അവിടെ ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. MM ഹസൻ 2 തവണ ജയിച്ചു വന്നിട്ടുണ്ട്. പിന്നീട് 2008 ഡിലിമിറ്റേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു LDFന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിട്ടുള്ളത് 96 ആന്റണി രാജുവിൻ്റെ വിജയമാണ്. പിന്നീട് 2008 പുനർനിർണയം നടന്നതിന് ശേഷം 2011 16 ജയിച്ചു കയറിയത് ശിവകുമാറായിരുന്നു. 2021 പിന്നീട് അത് ആന്റണി രാജുവിൻ്റെ കയ്യിലേക്ക് വന്നത്. പൊതുവിൽ നോക്കുമ്പോൾ ജയിച്ചവരിലെ ഭൂരിഭാഗം പേരും വലതുപക്ഷക്കാരാണ്. അടിസ്ഥാനപരമായിട്ട് വലതുപക്ഷക്കാരാണ്. ഇടതു സ്വഭാവം അത്ര കണ്ട് പ്രതിഫലിക്കാത്ത ഒരു മണ്ഡലത്തിലാണ് ചില എൻജിനീയറിംഗ് തന്ത്രങ്ങളിലൂടെ ജയിച്ചു കയറാനുള്ള ശ്രമം ഇടതുപക്ഷ തവണ നടത്തുന്നത്. ഒരു ഇടതുപക്ഷക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തുന്നത്, പക്ഷെ സ്വതന്ത്രനായിട്ട്. വളരെ ശക്തരായിട്ടുള്ള 2 എതിരാളികളാണ്. കരമന ജയൻ BJPയുടെ വളരെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന നല്ലൊരു നേതാവാണ് അവിടുത്തെ. പിന്നെ CP ജോൺ നല്ല ഒരു ശക്തനായ നേതാവാണ്. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് മണ്ഡലത്തിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഈ മണ്ഡലത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു മണ്ഡലത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തീരദേശ സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിനൊരു പ്രാധാന്യമുള്ള ഒരു മണ്ഡലവുമാണ്. അത് ഈ ഇവിടുത്തെ വോട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് അത് വ്യക്തമായൊരു സ്വാധീനം ചെലുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പം സന്ദീപ് പറഞ്ഞ പോലെ ശിവകുമാറിൻ്റെ വിജയം കാര്യങ്ങൾ പറഞ്ഞു. 2011 16 ശിവകുമാറിന് വിജയം സമ്മാനിച്ച മണ്ഡലമാണ്. 2016 36.82% വോട്ടുകളാണ് VS ശിവകുമാർ നേടിയിട്ടുള്ളത്. പിന്നെ അന്നത്തെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന നമ്മുടെ ആന്റണി രാജു 28.18% വോട്ട് നേടിയിട്ടുണ്ട്. അന്ന് ശ്രീശാന്ത് ആയിരുന്നു BJP സ്ഥാനാർത്ഥി. 27.54% വോട്ടുകൾ ശ്രീശാന്ത് നേടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ വോട്ട് നില നോക്കുകയാണെങ്കിൽ 2021 ആന്റണി രാജു 48,748 വോട്ടും ശിവകുമാർ 41,669 വോട്ടും G. ആയിരുന്നു അന്നത്തെ 2021 സ്ഥാനാർത്ഥി. അദ്ദേഹം 34,996 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2016 2021 കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ ഒരു വലതുപക്ഷ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു LDFന് ഒരു
മുൻതൂക്കം വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ BJP വോട്ട് നില വർദ്ധിക്കുന്നുണ്ട്. BJPക്ക് ഒരു അടിത്തറ അവിടെ വളരുന്ന ഒരു സാഹചര്യം അവിടെ കാണുന്നുണ്ട്. 2016 വോട്ട് നില ഒരു 2021 വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തവണ 2026 എത്തുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ള നല്ല പരിചയമുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് കരമന ജയം വരുന്നത്. അപ്പോൾ നല്ലൊരു വെല്ലുവിളി അദ്ദേഹത്തിന് ഉയർത്താൻ പറ്റും. അതിനുള്ള കാരണമെന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കോർപ്പറേഷനിലടക്കം ഇത്തവണ BJPക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ പ്രധാന മണ്ഡലങ്ങളായിട്ട് അവർ കാണപ്പെടുന്ന നേമമാണെങ്കിലും കഴക്കൂട്ടമാണെങ്കിലും തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ BJP ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ സെൻട്രൽ അവർ പ്രധാനപ്പെട്ട ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ BJP നടത്തുന്നുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സുധീർ കരമന എത്തുന്നത്. സുധീർ കരമന എത്തുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമങ്ങളായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലെ അറിയാവുന്ന സ്ഥലങ്ങളാണ് എല്ലാം. ഈ മണ്ഡലം ഇവിടെയാണ് താൻ വളർന്നതും പഠിച്ചതും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് നാട്ടുകാരെ അറിയാമെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലുപരി അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു. വിദ്യാർത്ഥികളുമായിട്ട് ഇടപഴകി നല്ലൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു നടൻ എന്നുപരി അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആന്റണി രാജുവിന് പകരമായിട്ടാണ് ഇദ്ദേഹം വരുന്നത്, സുധീർ കരമന വരുന്നതെന്ന് പറയുന്നത്. ആന്റണി രാജുവിന് ഇവിടെ തിരിച്ചടിയായത് തൊണ്ടിമുതൽ കേസിലെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധിയാണ്. അദ്ദേഹത്തിന് ഇത്തവണ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഒരു കോടതിയിൽ നിന്ന് ലഭിച്ചില്ല. അദ്ദേഹം നൽകിയ ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയതോടെയാണ് തിരുവനന്തപുരം സെൻട്രലിൽ പുതിയ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ വേണ്ടി CPM തീരുമാനമുണ്ടായത്. ആദ്യഘട്ടത്തിൽ അതിനൊരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഭയങ്കര ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആന്റണി രാജുവിന് മത്സരിക്കാനാവില്ല എന്ന് വ്യക്തമായതോടെ ആ മണ്ഡലത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള കാര്യത്തിൽ CPM പോലും ഒരു ധാരണയില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഈ സീറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ്. ഈ സീറ്റ് ഏറ്റെടുക്കില്ലെന്ന് നേരത്തെ CPM വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചാണ് CPM പോയത്. കാരണം വെച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാമെന്നാണ് അവർ ഏറെക്കുറെ ധാരണയായത്. പക്ഷേ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരുമ്പോഴും അവിടെ ഇവരുടെ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ഒരു എതിർപ്പുണ്ടാകില്ലേ എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗത്ത് ഈ CPM ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊരു സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കെട്ടാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ചർച്ചകൾ മുന്നോട്ട് പോയപ്പോഴും സുധീർ കരമന എന്നൊരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്നത്. ഈ സുധീർ കരമന കരമന ജയനും അല്ലെങ്കിൽ CMPയുടെ CP ജോണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് പറഞ്ഞ ഈ ജില്ലയെക്കുറിച്ചും മണ്ഡലത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തി എന്ന നിലയിലും നടൻ എന്ന നിലയിലും അദ്ദേഹത്തെ നമ്മൾ പരിഗണിക്കുമ്പോൾ മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. ഒരുപക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആന്റണി രാജുവിനേക്കാളും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു മികച്ചൊരു ഓപ്ഷനാണ് സുധീർ കരമന. കാരണം ഈ തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് ഉണ്ടായ ഒരു ഇമേജ് തകർച്ച ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ശക്തമായ പരാമർശങ്ങളുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നൽകിയ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഏറ്റവും അവസാനം തള്ളപ്പെട്ടതോടെയാണ് മത്സരിക്കാനുള്ളൊരു സാധ്യത അടയുന്നത്. ആ സ്ഥാനത്തേക്കാണ് സുധീർ കരമന വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഒരു നേട്ടം ഉണ്ടാകുക എന്ന് പറയുന്നത് സുധീർ കരമന നിൽക്കുമ്പോൾ ഈ ആന്റണി രാജു മത്സരിച്ച മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിൽ ഈ തൊണ്ടിമുതൽ കേസുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളും ചോദ്യങ്ങളും ഉയർന്നു വരികയും അതിന് ഉത്തരം പറയുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. അതിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ CPM അല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് സാധിക്കില്ല, CPMന് സാധിക്കില്ല, ഇടതുപക്ഷത്തിന് ആ മണ്ഡലത്തിൽ സാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ BJP ശക്തമായ ഒരു ഹോൾഡുള്ളൊരു മണ്ഡലമായി വളർത്തിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ CP ജോണിനെ മുന്നിൽ നിർത്തി ഒരു ഇടതുപക്ഷ ഒരു സ്വഭാവമുള്ളൊരു സ്ഥാനാർത്ഥി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം CP ജോണിൻ്റെ കാര്യത്തിൽ. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തി മത്സര രംഗത്തെ നേരിടുമ്പോൾ ആന്റണി രാജുവാണ് രംഗത്തുള്ളതെങ്കിൽ നമുക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അതിലും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷനായിട്ട് നമുക്ക് തോന്നുന്നത് അവിടെ സുധീർ കരമന തന്നെയാണ് നല്ലൊരു സ്ഥാനാർത്ഥി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഇവിടെ ജയസാധ്യത നോക്കിയാണ് ഒരു സ്ഥാനാർത്ഥിയിലേക്ക് CPM പോയിരിക്കുന്നത്. ഏറ്റവും അവസാനമാണ് എനിക്ക് തോന്നുന്നു ഈ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് നല്ലൊരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തോന്നുന്നു CPM ആയിട്ട് മുൻകൈ എടുത്ത് സുധീർ കരമനയിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പെട്ടെന്നൊരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തേണ്ടി വന്നത്. അല്ലെങ്കിൽ
അല്ലാത്ത പക്ഷേ ഇവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവതരിപ്പിക്കാൻ പറ്റും, അതിനുള്ള സാവകാശം CPM കൊടുത്തിരുന്നു. പക്ഷേ ഇതിനവിടെ ആന്റണി രാജു അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി ഇവർക്ക് ഉയർത്തി കാട്ടാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഈ മണ്ഡലത്തിൽ LDFും പ്രതിനിധീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ പോലത്തെ ഒരു മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ തീരദേശ പ്രദേശം കൂടി ഉൾപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു അർബൻ മിഡിൽ ക്ലാസ് ഡെൻസിറ്റി ഉള്ള മേഖലകളുമുണ്ട്. അവിടുത്തെ ഒരു ബ്യൂറോക്രാറ്റിക് പ്രൊഫഷണൽസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ സാധാരണ BJPക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉപകാരപ്പെട്ടത് അവർക്കുള്ള ഈ അർബൻ മിഡിൽ ക്ലാസ്സിനിടയിൽ പെനിട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു സാഹചര്യത്തിനെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട് കേരളത്തിൽ. പക്ഷെ അങ്ങനത്തെ ഒരു സംഗതിയൊന്നും എവിടെയും അങ്ങനെ പ്രതിഫലിച്ചിട്ടില്ല. ആ ഒരു തരത്തിൽ അർബൻ മിഡിൽ ക്ലാസ്സിനെ കാര്യമായിട്ട് സ്വാധീനിക്കാനോ ആ തരത്തിലൊന്നും എവിടെയും സംഭവിച്ചിട്ടില്ല. പക്ഷേ അടുത്ത കാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള BJPക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ള വിധിയിൽ, ഈ കോർപ്പറേഷൻ വിധിയിൽ നമുക്ക് ചെറിയ തോതിൽ വേണമെങ്കിൽ സംശയിക്കാവുന്നതാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്പേസ് ഒട്ടൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കാവുന്നതാണ്. എങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു എന്താ പറയുക, അടിയോടെ അവർക്ക് അനുകൂലമായിട്ടുള്ള അത് രൂപപ്പെട്ടിട്ടുണ്ടെന്ന് പറയാനും വയ്യ. ആ തരത്തിലുള്ള വലിയൊരു വിജയമൊന്നും അല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത്. മറ്റു പല സാഹചര്യങ്ങളുണ്ടായിരുന്നു അവനും. അപ്പോൾ LDFിൻ്റെ മേയർക്കെതിരെ ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേക ജനവികാരം, അങ്ങനെയുള്ള പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മണ്ഡലത്തിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം അത്ര ഡീപ്പറായിട്ടുണ്ടെന്ന് കരുതാനും വയ്യ. അതിനോട് കൂടെ തന്നെ CP ജോണിനെ പോലുള്ള വളരെ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി, അതുപോലെ കരമന സുധീറിനെ പോലുള്ള 2 ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥി കൂടെ വരുമ്പോൾ കരമന ജയൻ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം എന്ന് പറയാൻ വയ്യ, വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ആ പ്രത്യേക സാഹചര്യങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തി എത്രത്തോളം മുമ്പോട്ട് പോകാൻ കഴിയുന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ കാണേണ്ടി വരും, അറിയേണ്ടി വരും. ഇപ്പോൾ സന്ദീപ് പറഞ്ഞ CP ജോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിലേക്ക് വരാം. CP ജോണിൻ്റെ ഒരു മണ്ഡലം അദ്ദേഹത്തിനെ എവിടെ നിർത്തുമെന്നുള്ള കാര്യത്തിൽ ആദ്യം UDF ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ തിരുവനന്തപുരം സെൻട്രൽ കൂടാതെ തിരുവമ്പാടിയിൽ കൂടെ പരിഗണിച്ചിരുന്നു. ഇപ്പോൾ തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കില്ല, അല്ലെങ്കിൽ ആ തിരുവമ്പാടി വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോഴാണ് തിരുവനന്തപുരം സെൻട്രലിലോട്ട് എത്തുന്നത്. തിരുവനന്തപുരം സെൻട്രലിലോട്ട് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലും അവിടുന്ന് ഒരു എതിർപ്പുണ്ടാകുന്നുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് എതിർപ്പുണ്ടാകുന്നു. ആ എതിർപ്പുണ്ടാകുന്നത് VS ശിവകുമാറിൻ്റെ ഭാഗത്തു നിന്നാണെന്നാണ് ആദ്യം ഒരു റിപ്പോർട്ട് വന്നിരുന്നു. പിന്നെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഒരു കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം കൂടെ ഒരു ചർച്ച നടത്തുകയും മണ്ഡലത്തിൽ ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരണം എന്നുള്ളൊരു വികാരത്തെ ചുവരെഴുത്ത് നടത്തുകയും ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. കാരണം ശിവകുമാറിന് താല്പര്യമുള്ളൊരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ. അദ്ദേഹം ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി നിർണ്ണയം UDFിൽ ആരംഭിച്ചപ്പോൾ തന്നെ തനിക്ക് മത്സരിക്കണമെന്ന് തുറന്നു പറയുകയും സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിൽ പലതും തുറന്നു പറയേണ്ടി വരും എന്നൊക്കെ പരസ്യമായി വെല്ലുവിളിച്ചിരുന്ന നേതാവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ CP ജോണിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ വന്നപ്പോൾ ഇവിടെ ഒരു കോൺഗ്രസിൽ തന്നെ ഒരു എതിർപ്പുണ്ടായതും ഒരു പരസ്യമായ ഒരു കലഹത്തിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശിവകുമാറിന് വേറെ സീറ്റ് നൽകുന്നുണ്ട്. അതിനുശേഷം CP ജോണിനെ സെൻട്രലിലോട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് UDF സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ CP ജോണിന് ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ എത്രത്തോളം പിന്തുണ UDFിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പല മേഖലകളിൽ അദ്ദേഹത്തിനോട് എതിർപ്പുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് DCCകളിൽ നിന്നൊക്കെ, തിരുവനന്തപുരത്തെ DCCകളിൽ നിന്നൊക്കെ എതിർപ്പുണ്ടായിട്ടുണ്ട്. അവിടുത്തെ പല പ്രാദേശിക നേതൃത്വത്തിൽ നടക്കുക എതിർപ്പ് ഉന്നയിച്ചിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരാതികളെ നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥിത്വമായിട്ട് തന്നെ ബന്ധപ്പെട്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ CP ജോൺ വേണ്ട എന്നുള്ളൊരു വികാരത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പം നിലവിൽ കോൺഗ്രസിന് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അത് ധാരണയാകാൻ പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ നിഗമനത്തിലെത്താൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ഇപ്പം സുധീർ കരമന എത്തുമ്പോഴാണ് മത്സരം കൂടുതൽ ടൈറ്റ് ആവുന്നത്. ആന്റണി രാജുവിന് പകരം ആര് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ CPMനോ പോലും ഒരു ധാരണയില്ലായിരുന്നു. അത് UDFിനൊരു പരിധി ഒരു ആത്മവിശ്വാസം നൽകിയിരുന്നു. പക്ഷെ പെട്ടെന്നൊരു സുധീർ കരമന വരുമ്പോഴുണ്ടാവുന്ന ഒരു സമ്മർദ്ദമുണ്ട്. കാരണം ആളുകൾ അറിയുന്നൊരു
വ്യക്തിയാണ്. അത് സിനിമാ നടനാണ്. രാഷ്ട്രീയ കാര്യങ്ങളടക്കം വിഷയങ്ങളിൽ പല വേദികളിലും പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി സ്വാഭാവികമായിട്ട് എത്തുമ്പോൾ മണ്ഡലത്തിൽ സജീവമാകുമ്പോൾ എത്രത്തോളം CP ജോണിന് അതിനെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം നമുക്കിവിടെ ഉന്നയിക്കാവുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ BJP കാര്യം കൂടെ നമ്മൾ പറയുമ്പോഴും കരമന ജയൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയെടുത്ത ഒരു ആത്മവീര്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം ഭരണം പിടിക്കാൻ പറ്റി. അവരുടെ ഫോക്കസ് ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് മികച്ച മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റിയെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് അവർ തിരുവനന്തപുരം സെൻട്രൽ ഇത്തവണ കരമന ജയനെ നിർത്തി. അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, അതായത് സുധീർ കരമന വരുമ്പോൾ കരമന ജയനെ മാറ്റിയിട്ട് G. കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കും എന്നൊരു റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം സത്യമല്ല നമുക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ കരമന ജയന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടു, കൃഷ്ണകുമാറിനെ കൊണ്ടുവരുമെന്നുള്ളൊരു ഒരു സംസാരം ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ആകുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, നടനാണ്. ഇവിടെ സുധീർ കരമന നടനാണ്, സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പം അങ്ങനെ ആ ഭാഗത്തു നിന്ന് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുമോ എന്ന് BJP പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ അതിന് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അവസാന നിമിഷം അത് വേണ്ട, കരമന ജയൻ തന്നെ മത്സരരംഗത്ത് തുടരട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് BJP എത്തുകയായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ഇവിടെ പറയേണ്ടത് വെച്ചാൽ ഇവിടെ ഈ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള CP ജോണിൻ്റെ കാര്യം, സന്ദീപ് ആദ്യം പറഞ്ഞ പോലെ ആ മണ്ഡലത്തിൻ്റെ ഒരു വലതുപക്ഷ സ്വഭാവമൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് CP ജോണിന് കിട്ടാനൊരു സാധ്യതയുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും അടക്കം ഒരു പാലംവലി ഉണ്ടായില്ലെങ്കിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ഒരു വോട്ടിങ്ങിന് ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല വോട്ടിങ് നടക്കുന്ന അങ്ങനെയാണ്. അവിടുത്തെ ഒരു വിജയത്തെ നിർണ്ണയിക്കുന്ന ഒരു BJP വോട്ട് വളരെ നിർണായകമാണ്. തനിക്കെതിരുണ്ടായ എതിർപ്പിനെ എത്രത്തോളം മറികടക്കാൻ പറ്റുമെന്ന് CP ജോണ് തെളിയിക്കേണ്ടതുണ്ട്. ഇനിയുള്ള വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പ്രചാരണത്തിൽ സജീവമാവുകയും തനിക്കെതിരെ ഉയർന്ന വികാരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യണം. അതിനുവേണ്ടി നിലവിൽ അദ്ദേഹത്തിന് കൂടെ എതിർപ്പ് ഉന്നയിച്ച കോൺഗ്രസ് നേതൃത്വത്തിനെ മയപ്പെടുത്താൻ സാധിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ എളുപ്പമാകുമെന്നൊരു ഘട്ടമാണുള്ളത്. CP ജോണിനെതിരെ കോൺഗ്രസിന്റെ പ്രാദേശിക വികാരം എനിക്ക് തോന്നുന്നത് അത്ര അധികം ദിവസങ്ങൾ നിൽക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ CP ജോണിനെ പോലുള്ളൊരു നേതാവ് ഈ കോൺഗ്രസ്സിന് വളരെ ലഭ്യതക്കുറവുള്ള ഒരു സംഗതിയാണ് സൈദ്ധാന്തികരുടെ ഒരു സംഗതി. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സൈദ്ധാന്തികനായിട്ടാണ് CP ജോൺ ഏറെക്കാലമായിട്ട് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ യഥാർത്ഥ ഘടകകക്ഷി മത്സരിച്ചാൽ അതിൻ്റെ ഗുണം BJPക്ക് ആയിരിക്കുമെന്നാണ് CP ജോണിനെ എതിർക്കുന്ന കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ സംഗതി എന്താ വെച്ചാൽ യഥാർത്ഥ ഇടതുപക്ഷം എന്നുള്ള ഒരു ഫേസ് എപ്പോഴും ഇവരുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ കോൺഗ്രസ്. അതിനേറെ സഹായിക്കുന്ന സിദ്ധാന്തങ്ങൾ പടച്ചുവിടുന്ന ഒരു കക്ഷി കൂടിയാണ് ഈ CP ജോൺ. അപ്പോൾ ഏറെക്കാലമായിട്ട് നിയമസഭയ്ക്ക് പുറത്ത് ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, ഇപ്പോൾ ചാനൽ ചർച്ചയിലാണെങ്കിലും എഴുതുന്നതിലാണെങ്കിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വളരെയേറെ കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സംഗതി ഓർമ്മയിലുള്ള പ്രവർത്തകർ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കേണ്ടതും, പിന്നെ CP ജോണിനെ പോലെ ഒരാൾ നിയമസഭയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നുള്ള ഒരു വികാരം ആൾക്കാരും പൊതുവിൽ ആലോചിക്കുന്ന ആളുകളുടെ ഒരു മനസ്സിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ പൊതുവിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുന്നതായിരിക്കും കോൺഗ്രസ്സിന് നല്ലത്. അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് തിരുവനന്തപുരം സെൻട്രലിലെ ഒരു വാശിയേറിയ പോരാട്ടം ഇത്തവണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം വെച്ചാൽ 3 സ്ഥാനാർത്ഥികളും കട്ടയ്ക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥിമാരാണ്. വിജയപ്രതീക്ഷകളുമായിട്ട് മാത്രമാണ്. BJP ആണെങ്കിൽ അവരുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ആത്മവിശ്വാസം നൽകുന്നുണ്ട്. UDFനാണെങ്കിൽ CP ജോണിനെ മുന്നിൽ നിർത്തി മികച്ച വിജയം നേടാനാവുന്ന ആത്മവിശ്വാസം അവർക്കുമുണ്ട്. LDFിലോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ LDF സ്വതന്ത്രനായിട്ട് എത്തുന്ന സുധീർ കരമന മികച്ച സ്ഥാനാർത്ഥിയാണ്, വോട്ട് പിടിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ഏക്കാളും മികച്ചൊരു മത്സരം നടക്കട്ടെ, അവിടെ ഒരു മികച്ചൊരു മത്സരം കാഴ്ചവെക്കാൻ 3 സ്ഥാനാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.